മാറുകയാണ് അല്ലേ? അപ്പോൾ ആ മാറിയ കാഴ്ചയിൽ ഇന്നിപ്പോൾ കണ്ട ഏറ്റവും വലിയ കാഴ്ച എന്ന് പറയുന്നത്, നിയമസഭയിൽ സത്യപ്രതിജ്ഞയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന തമിഴ്നാടിൻ്റെ നിയുക്ത മുഖ്യമന്ത്രി വിജയ്, തളപതി വിജയ്, ആ വിജയ് മുൻ മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ വീട്ടിലെത്തിയിട്ട് അദ്ദേഹവുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മുമ്പെങ്ങും തമിഴ്നാട്ടിൽ കാണാത്തൊരു കാഴ്ച, മുമ്പെങ്ങും തമിഴ്നാട്ടിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കാഴ്ച. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇപ്പോൾ സ്റ്റാലിന് മുമ്പ് എന്തായിരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ കണ്ടത് കരുണാനിധിയും ജയലളിതയുമായിരുന്നു തമിഴ്നാട് രാഷ്ട്രീയത്തിൽ. ഇനി അതിന് മുമ്പ് MGRും മറ്റുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു കാലം എന്ന് പറയുന്നത് കരുണാനിധിയുടെയും ജയലളിതയുടെയും കാലമാണ്. രണ്ടുപേരും മാറി തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി കസേരയിൽ എത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയം കൈയാളിയ രണ്ടാളുകളാണ്. അപ്പോഴൊന്നും ഉണ്ടാകാത്ത ഒരു കാഴ്ച, രണ്ടും ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിട്ടുള്ള ആളുകൾ, കരുണാനിധിയാണെങ്കിലും ജയലളിതയാണെങ്കിലും, ആ രണ്ടും ദ്രാവിഡ രാഷ്ട്രീയത്തെ മുൻനിർത്തി ഭരണം ജലിപ്പിച്ച ആളുകൾ മുമ്പൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. കരുണാനിധി അധികാരത്തിൽ വന്നപ്പോഴോ അല്ലെങ്കിൽ ജയലളിത അധികാരത്തിൽ വന്നപ്പോഴോ ഈ പറയുന്ന മറ്റുള്ള ആളെ പോയി സന്ദർശിക്കുക, അവരുടെ വീട്ടിൽ സന്ദർശനം നടത്തുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, വലിയ രീതിയിലുള്ള ശത്രുതകൾ വെച്ച് പുലർത്തിയ ആളുകളാണ് ഈ രണ്ടു പേരുകളും. വലിയ രീതിയിൽ ശത്രുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മറീന ബീച്ചിൽ കരുണാനിധി മരണപ്പെട്ടപ്പോൾ ആ കരുണാനിധിയുടെ ഈ പറയുന്ന മൃതദേഹം, അതിന് ഒരു സ്മാരകം മറീന ബീച്ചിൽ സ്ഥാപിക്കാൻ പോലും തയ്യാറാവാതിരുന്ന വ്യക്തിയാണ് ആര്? ജയലളിത എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അത്രമാത്രം ശത്രുതകൾ വെച്ച് പുലർത്തിയ ആളുകൾ. അവിടെയാണ് വിജയ് അധികാരത്തിലേക്ക് എത്തുന്നു. അധികാര കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോയ സ്റ്റാലിനുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. അപ്പോൾ ഇന്നലെ ഈ പറയുന്ന ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് വിജയുടെ ആ ഒരു വലിയ സെറിമണി നടന്നപ്പോൾ അതിൽ വിജയ് ചില വാക്കുകൾ ഉപയോഗിച്ചിരുന്നു. ഖജനാവ് കാലിയാണ്, ഖജനാവ് തുടച്ചു മുക്കി കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് സ്റ്റാലിനെ ചെന്ന് കാണുന്നത്. ഇന്നിപ്പോൾ തമിഴ്നാട് നിയമസഭയ്ക്കകത്ത് വെച്ചുകൊണ്ട് സത്യപ്രതിജ്ഞാ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് സ്റ്റാലിനെ കാണാനുള്ള അനുവാദം ചോദിക്കുന്നു, സമയം ചോദിക്കുന്നു. വിജയ് അനുവാദം കൊടുക്കുന്നു. വിജയ് പോകുന്നു, കാണുന്നു. അവിടെ ഇപ്പോഴത്തെ തമിഴ്നാടിൻ്റെ പ്രതിപക്ഷ നേതാവ് സ്റ്റാലിൻ്റെ മകനായിട്ടുള്ള ഉദയനിധി സ്റ്റാലിനുമുണ്ട്. അപ്പോൾ ഇവരുമൊക്കെ ആയിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു, പരസ്പരം ഷാൾ അണിയിക്കുന്നു,